ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഒന്ന് വേണേൽ കൂട്ടാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് കൂട്ടാം. ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടറായിട്ട് ഗോബി 65. അപ്പോൾ ഇതിനാദ്യം നമ്മൾ ഈ കോളിഫ്ലവർ ഒന്ന് ശരിപ്പെടുത്തി എടുക്കണം. അത് കഴിഞ്ഞാണ് അതിൻ്റെ ബാക്കി സ്റ്റെപ്പുകളൊക്കെ. ഇത് നമുക്ക് ഇങ്ങനെ അടത്തിയെടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മുറിക്കാം. ഇങ്ങനെ യാതൊരു കാരണവശാലും ഇങ്ങനെ മുറിക്കരുത്. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ എല്ലാം അടന്നു പോകും. നമ്മൾ ഒരു 300 ഗ്രാം ഇതുപോലെ അടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ഇടുക. 1 മിനിറ്റ് അതിൽ കിടന്നു കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത്, ആ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഉപ്പും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ടിരിക്കുകയാണ്. 1 മിനിറ്റായി. ഇനി അതങ്ങ് ഊറ്റണം. അപ്പോൾ അത് ഊറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊസീഡിയർ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ പേസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസും ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ വീതം മിക്സ് ചെയ്ത് വെച്ച്. ഇനി ഇതിൽ പറയാത്ത ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണം. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ പുളി ഇച്ചിരിയെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു നാരങ്ങയുടെ നീര് ഇതിൽ പിഴിഞ്ഞ് ചേർക്കും. ഞാനിപ്പോൾ ഇതിൽ നാരങ്ങ നീര് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുക. തൽക്കാലം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ. ഡൈലൂഷൻ കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇടുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇത് ഓരോന്നെ പെറുക്കി ഇടുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലും വേണ്ട, തീരെ ലോ ഫ്ലെയിമിലും വേണ്ട. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ അരപ്പെല്ലാം എണ്ണയിലോട്ട് പോകും. ഇനി ഒന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റായി. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചൊക്കെ ഇടുക. അപ്പോൾ അതിൻ്റെ തിളയൊക്കെ ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പോരാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് വറുത്തെടുക്കുക. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടുക. അതിൻ്റെ കറിച്ചിലൊക്കെ ഒരുമാതിരി തീർന്നു വരുന്നു. നമ്മുടെ 300 ഗ്രാം കോളിഫ്ലവറിൻ്റെ ഗോബി 65 ഉണ്ടാക്കി കഴിഞ്ഞു. ഗോബി 65 റെഡിയായി.
അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.